1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കാ മണൽത്തരികളെ മുഴുവനും ഏറ്റവും വലിയ ആനന്ദത്തിന്റെ വിചിത്രമായ പൂർണ്ണമായ ജന്മത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന അവസാനത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന വള്ളത്തോളിന്റെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലോ തിരുവവതാരം ജഗദീശൻ ചെയ്യുമോമെന്ന് ഉള്ളൂര് പറഞ്ഞതുപോലെ ഇത് തിരുവവതാരമല്ല, ലോകം കാത്തിരുന്ന ഇസ്ലാമിന്റെ വെളിച്ചം കടന്നു വന്നതുപോലെ തിരുവവതാരമൊക്കെ സഹോദര സമുദായത്തിന്റെ സങ്കല്പങ്ങളാണെങ്കിൽ പോലും അവതാരത്തിന്റെ കഥകളല്ല. കിഴക്കിന്റെ നവസ്ഥലിയിൽ ഇരുട്ടിനെ കീറുമാറിക്കുന്ന വെളിച്ചവുമായി കടന്നു വന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം മക്കയുടെയും മദീനയുടെയും മലമടക്കുകളുടെ മുകളിലൂടെ സ്വന്തം നാട് വിട്ട്, വീട് വിട്ട്, ഭാര്യ വിട്ട്, മക്കളെ വിട്ട്, എല്ലാം ബന്ധുമിത്രാദികളും പുത്രകളത്രാദികളെ സമർപ്പണം ചെയ്ത് തന്റെ ആയുസ്സിന് മുഴുവനും പ്രബോധനത്തിന്റെ മാർഗത്തിലേക്ക് ചെലവഴിച്ച് അവസാനം വിട പറയുന്നതിന് തൊട്ടുമുമ്പ് അറഫാത്തിന്റെ മലമുകളിൽ തന്നെ മുൻഭാഗത്ത് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് അനുയായികളുടെ മുമ്പ് വിശുദ്ധമായ ഇസ്ലാമിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗലോകത്ത് നിന്ന് ആദം നബിയുടെ കയ്യിൽ പടച്ചിറപ്പ് കൊടുത്തുവിട്ട വിശുദ്ധ ഇസ്ലാമിന്റെ അവസാനത്തെ പൂർത്തീകരണമായി അറഫാത്തിന്റെ മലമുകളിലെ പ്രതിത്വനി കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച വാക്യവുമായി സഹാബാ അല്ലൂമഅക്മലതുലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതീ വറദീതു ലക്കും ഇസ്ലാമ ദീനാ اللهم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം വിശുദ്ധമായ ഇസ്ലാമിനെ ഞാൻ ന്യൂനതകളില്ലാതെ, പല കാര്യങ്ങൾ ന്യൂനതകളില്ലാതെ, പരിമിതികളില്ലാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഇതാ പൂർത്തീകരിച്ചു തന്നുവെന്ന് പടച്ചറപ്പിന്റെ വിജയത്തിന്റെ വാക്യം പറഞ്ഞു കൊടുക്കുമ്പോ എത്ര വലിയ ആനന്ദത്തിന്റെ നിമിഷമാണത്. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൈകളിലൂടെ മാറി രക്തത്തിന്റെ ചാലുകൾ നീന്തിക്കിടന്ന് വിശുദ്ധമായ ഇസ്ലാം പടച്ചറപ്പ് ന്യൂനതയില്ലാതെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോ ആ സമയത്ത് മുന്നിലിരുന്ന ബിലാൽ റളിയല്ലാഹു തആല തേങ്ങിക്കരഞ്ഞില്ലേ? മരുഭൂമിയുടെ മണൽത്തരിയിലും മലത്തിക്കടത്തിയിട്ട് ഭാരമുള്ള കരിങ്കല്ലെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് ഒട്ടകത്തിന്റെ കാലുകളിലേക്ക് രണ്ട് കാല് ബന്ധിച്ചിട്ട് ഒട്ടകമോടുമ്പോ ചിതറിത്തെറിക്കുന്ന ഒട്ടകത്തിന്റെ കൂടെ മരുഭൂമിയിലൂടെ വലിച്ചടച്ചിട്ട് മണൽത്തിട്ടകളെ തലതട്ടിയിട്ട് തലച്ചോറ് ചിതറിത്തെറിച്ചു പോയ ബിലാൽ ചിന്തിച്ചു പോയില്ലേ, അല്ലാഹുവേ, ഞാൻ അനുഭവിച്ച മർദ്ദനങ്ങൾക്ക് പകരമായി ഏത് പ്രസ്ഥാനത്തിനു വേണ്ടിയാണോ മർദ്ദനങ്ങൾ സഹിച്ചത് ആ ഇസ്ലാമിനേക്ക് പൂർത്തിയായല്ലോ അല്ലാഹ്. ഖബ്ബാബിന്റെയും ഹുബൈബിന്റെയും തൂക്കുമരത്തിൽ തൂങ്ങിയാടിയ ഹുബൈബിന്റെയും ശരീരത്തിലൂടെ പച്ചമാംസത്തിലേക്ക് തീക്കട്ട തുളച്ചു കെട്ടിയ ഖബ്ബാബിന്റെയും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നാടുരാജ്യം വിട്ടരേണ്ടി വന്ന സുഹൈബിന്റെയും എല്ലാത്തിന്റെയും ത്യാഗത്തിന്റെ പരിപൂർണമായ അടയാളമായി ഇന്നിതാ ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയാ. അല്ലൂമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതീ വറദീതു ലക്കും ഇസ്ലാമ ദീനാ. ഇന്നിതാ ഈ ദിവസം ഞാൻ വിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സുവിശേഷം അറിയിച്ചു തരുമ്പോ ഒരു ഏത് ലബോറട്ടറിയിലെ ടെസ്റ്റ് ചെയ്യാനും, ഏത് ശാസ്ത്രവിരാധന്മാര്, ഏതൊക്കെ ശാസ്ത്ര വിശാരദന്മാര് ചർവണം നടത്തിയാലും, ഏതൊക്കെ സാഹിത്യ നായകന്മാര് നിരൂപണം നടത്തിയാലും ഇല്ല, ഇതിനകത്തൊരു ന്യൂനതയില്ല, ഇതിലൊരു അപരിഹാര്യതയില്ല, ഇതിൽ യാതൊരുവിധ തെറ്റുകളില്ലാത്ത വിധം പടച്ചറപ്പിന്റെ കയ്യിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട മതമായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം. ലോകത്തെത്രയോ മതങ്ങൾ ഉദയം ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പ്രസ്ഥാനങ്ങളുടെ വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ ഈസങ്ങളെ ജന്മമെടുത്തിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ കണ്ണീർപ്പാൻ മുതലാളിയുടെ പരിശീലയിൽ നിന്ന് പിടിച്ചു പഠിക്കാൻ വേണ്ടി വന്ന ലോകത്തിന്റെ ഈസങ്ങൾ മുഴുവനും അത് ജനിച്ച നാട്ടിൽ തന്നെ ശവപ്പറമ്പിന്റെ ആണിയടിച്ചിട്ട് ലോകത്ത് കടന്നു വന്ന ഈസങ്ങൾ മുഴുവനും പിടിതെറിയപ്പെടുന്ന പുതുമകളുടെയും തകർത്തെറിയപ്പെടുന്ന കമൽചിത്രങ്ങളുടെയും നടുവ് എയ്ഡ്സും എബോളയും പിടിച്ച് കാലഘട്ടത്തിന്റെ ചുവട്ടുകട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഇന്നിതാ തകർക്കാൻ ശ്രമിക്കുന്നവന്റെ കാൽപ്പാടത്തിന്റെ അടിയിൽ 10,000 ആളുകൾക്ക് വിശുദ്ധമായ തൗഹീദിന്റെ മന്ത്രവും നൽകി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാക്ഷാ ബോളിവുഡിന്റെ നടന് അമിതാഭ് ബച്ചൻ പോലും എന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നത് പടച്ചിറപ്പിന്റെ ഖുർആൻ ഓതുമ്പോഴാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം വിരാജിച്ചു നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ പകർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിനതിൽ പങ്കെന്താണുള്ളത്? ചൈനക്കാരനെ ലോകത്തോട്ട് ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റിയ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം ലോകത്തിന്റെ ഏറ്റവും വലിയ വഴികാട്ടിയായി സർവ്വവിധ പ്രശ്നങ്ങളിൽ, അത് നിന്റെ അടുക്കളയിലാകട്ടെ, അത് അന്താരാഷ്ട്ര തലത്തിലാകട്ടെ, നിന്റെ ഭാര്യയുമൊത്തുള്ള ജീവിതത്തിലാകട്ടെ, നിന്റെ മക്കളിലോട്ടാകട്ടെ, നിന്റെ സമൂഹത്തിലാകട്ടെ, നിന്റെ ജീവിതത്തിന്റെ നികിരമേഖലയിലും നിനക്ക് വഴികാട്ടാൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. കാരണം അത് അന്യൂനമാണെന്ന് അവതാരകൻ തന്നെ പറഞ്ഞ ഒരേ ഒരു പ്രസ്ഥാനം അത് ഇസ്ലാമാണ്. ഇതിന് ന്യൂനതയില്ല എന്ന് അവതാരകൻ തന്നെ പറഞ്ഞ, നിർമ്മാതാവ് തന്നെ പറഞ്ഞ ഒരേ ഒരു മതം അത് ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അഭിമാനിക്കും മനുഷ്യന്മാരെ മുസ്ലിമായതിൽ. അഭിമാനിക്കേണ്ടത് എന്തിലാ? അഭിമാനിക്കേണ്ടത് ഞാൻ മുസ്ലിമായതിലാണ്. കാരണം യാതൊരുവിധ ന്യൂനതകളില്ലാത്ത ഒരു മതത്തിന്റെ അനുയായിയായി അള്ളാഹുവേ നീ എനിക്ക് ജന്മം നൽകിയല്ലോ എന്ന കാര്യത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കണം. കാരണം ലോകത്തിന് വഴികാട്ടുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. അള്ളാഹു നമ്മൾ എങ്ങനെ ആക്കി തരട്ടെ. എവിടെ മുസ്ലിമായതിൽ നമുക്ക് ആർക്ക് അഭിമാനമുള്ളത്? നമ്മൾ മുസ്ലിമിന്റെ അടയാളത്തിൽ എന്താ അഭിമാനിക്കാതെ? ചെറുപ്പക്കാരാ, കാക്കിയിട്ട വേഷത്തിന് പോസ്റ്റ്മാനെ കണ്ടാലും തലയിലിരിക്കണ തൊപ്പി ഊരി നമ്മൾ പോക്കറ്റ് വെക്കും. കാരണം എങ്ങാനും മുസ്ലിമാണെന്നെങ്ങാനും തോന്നിയാലോ കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാലും നമുക്ക് പേടിയാ. കാരണം അയാൾ പോലീസുകാരനൊന്നല്ല, പോസ്റ്റ്മാന. എന്നാൽ പോലും നമുക്കൊരു അപകർഷതാ ബോധമുണ്ട്. ഞാനൊരു മുസ്ലിമാണെന്ന് എങ്ങനെ ആളുകളുടെ മുമ്പിൽ പറയാ? കല്യാണം കഴിക്കുമ്പോ ആ സമയത്തൊരു മുസ്ലിമിന്റെ വേഷവിധാനം നമുക്ക് അരോചകത്വം. നമുക്കെവിടെ ഒരു പുതിയാപ്ല ഒരുങ്ങുമ്പോ ഇപ്പൊ മുസ്ലിമിന്റെ വേഷം. സ്വാഭാവികമായി ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് ബാധിച്ച ഏറ്റവും വലിയ ഒരു രോഗം ഞാൻ പറയുന്നത് ക്യാൻസർ അല്ല, എയ്ഡ്സ് അല്ല, എബോളയല്ല. ഇപ്പൊ ഒരു രോഗം ഉണ്ടല്ലോ, ഡിഫ്തീരിയ. എന്താ ഒരു ഡെങ്കിപ്പനി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതിനേക്കാൾ വലിയൊരു രോഗം ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമില്ലാതാകുന്ന ഒരു കാലമെത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല വാക്ക് ഏതാ? ലോകത്തിലെ ഏറ്റവും വലിയ ഒരാൾക്കൊരു മുസ്ലിമിന് പറയാൻ പറ്റിയ, ഒരു മനുഷ്യന് പറയാൻ പറ്റിയ ഏറ്റവും വലിയ വാക്കേതാ? പറമനുഷ്യന്മാരെ, നിങ്ങളൊക്കെ വാട്സപ്പ് ഇടാറുണ്ടല്ലോ, മലപ്പുറം ജില്ലക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം അതിന്റെ കാരണം എന്താ? മലപ്പുറം ജില്ലക്കാരനായതിൽ ഞാൻ അഭിമാനിക്കാൻ എന്നൊക്കെ ഫ്ലെക്സ് പല വശത്ത് ഞാൻ വന്നപ്പോ കണ്ടു. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പാണ്ട് ഫ്ലെക്സിന്റെ ബഹളമായിരിക്കും. യഥാർത്ഥത്തിൽ ഒരാൾ അഭിമാനിക്കേണ്ട വാക്കേടാ? ആ വാക്കിനിക്ക് പത്മശ്രീ കിട്ടിയെന്നല്ല, അതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ കിട്ടിയതിന്റെ പേരിലല്ല. ഒരാൾ ഏറ്റവും അഭിമാനിക്കേണ്ട വാക്ക് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുക, ഇതിനേക്കാൾ വലിയ ആകർഷകമുള്ള, സൗകുമാര്യമുള്ള, സൗന്ദര്യമുള്ള വാക്കേതാ ഉള്ളത്? ലോകത്തിലെ ഏറ്റവും സുന്ദരമായ വാക്കേടാന്നറിയോ? പടച്ചറബിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാ. ലോകത്താരെ കണ്ടാലും ആ സമയത്ത് നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ബിലാലിന്റെ അനുയായിയ, ഞാൻ ഹുബൈബിന്റെ അനുയായിയ, ഞാൻ സുഹൈബിന്റെ അനുയായിയ, ഞാൻ അമ്മാറിന്റെ അനുയായിയ, ഞാൻ അബൂബക്കറിന്റെ പിൻഗാമിയ, ഞാൻ ഉമറിന്റെ അനുയായിയാണെന്ന് ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു പറയാന് ആർക്കെങ്കിലും കഴിഞ്ഞാൽ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ,
ഞാനൊരു മുസ്ലിം പെണ്ണാന്ന് പറയാൻ എന്നെ കേൾക്കാനൊക്കെ പെങ്ങള് പർദ്ദ ധരിച്ച് ഹിജാബ് ധരിച്ച് തലമറച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആരാ തലമറച്ചിരിക്കുന്നതെന്നറിയോ, പർദ്ദയിട്ടിരിക്കുന്നതെന്നറിയോ? ആധുനിക ലോകത്തിന്റെ വേഷഭൂഷാദികൾ എനിക്ക് വഴങ്ങാത്തത് കൊണ്ടല്ല, അരമീത്തത്തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാലൊരു ഫാഷനാകുമെന്ന മുദ്രാവാക്യം പഠിക്കാത്തത് കൊണ്ടല്ല. പക്ഷേ ഞാൻ ആരെന്നറിയോ? വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിം പെണ്ണാ, ഞാൻ ഫാത്തിമത്ത് സഹ്റാന്റെ അനുയായിയാ, ഞാൻ ആയിഷത്ത് സിദ്ദീഖാന്റെ അനുയായിയാ, ഞാൻ മൈമൂനയുടെ അനുയായിയാ, ഞാൻ സൗദാ റളിയല്ലാഹു തആലയുടെ അനുയായിയാ, ഞാൻ സൈനബിന്റെ അനുയായിയാ. അതുകൊണ്ട് എന്റെ തലയിലിരിക്കുന്ന തട്ടമെടുത്തു മാറ്റാൻ ഏത് കോടതി പറഞ്ഞാലും ഏത് നിയമം പറഞ്ഞാലും അതെനിക്കനുസരിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് മോള് ശിരോവസ്ത്രം 1 മണിക്കൂറത്തേക്ക് മാറ്റിക്കൂടെ എന്ന് പറയുമ്പോ, ശിരോവസ്ത്രം നിരോധിക്കപ്പെടുമ്പോ ആ ശിരോവസ്ത്രം ധരിക്കാറ് ഞാൻ കാസിരക്കേലെന്ന് പറഞ്ഞ് കോഴിക്കോട്ടുകാരി ആസിയ എന്ന് പറയുന്ന പെൺകുട്ടി കോടതിയിൽ പോയതെന്തുകൊണ്ടാ? ആ പെണ്ണുമോൾക്ക് തലയിൽ നിന്ന് തട്ടുമെന്ന് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാ. വീട്ടിൽ നിന്നിറങ്ങിപ്പോകുമ്പോ വാപ്പാനെ പേടിച്ച് പള്ളിയിലെ മഹല്ല് ഖത്തീബിനെ പേടിച്ച് തലയിൽ തട്ടമിടുകയും കോളേജിന്റെ വരാന്തയിലോട്ട് കിടക്കുമ്പോ തട്ടമൂടി ബാഗിലേക്ക് വൈകുന്നേരം ഉച്ചയാകുമ്പോ മാറ്റിന് കാണാന് കാമകന്റെ കൂടെ പടന്നു പോകുന്ന പെണ്ണേ, കോഴിക്കോട്ടുകാരി ആസിയ എന്ന പെൺകുട്ടി. ഞാൻ ആ പെണ്ണിനെ കണ്ടിട്ടില്ല. പലപ്പോഴും അവരെ ഒന്ന് അഭിനന്ദനം അറിയിക്കണമെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ശിരോവസ്ത്രം ധരിക്കണമെന്ന് നിയമം പാസ്സാക്കുമ്പോ ആ സമയത്തോട് പറ്റില്ല, എനിക്ക് തലയിലെ തട്ടമിട്ടിട്ട് പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു ആസിയ എന്ന പെണ്ണുമോള് കോടതിയിൽ പോയിരുന്നു. കണ്ട ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായിയല്ലോ. ആരുടെ മുമ്പിലും മനസ്സ് തുറന്നിട്ട് പറയാറ് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാ. അതിനേക്കാൾ വലിയ ഭാഗ്യമേറാവുള്ളത്, അതിനേക്കാൾ വലിയ ഭാഗ്യമേറാവുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ഭാഗ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായതുകൊണ്ട് ഖന്തക്കിന്റെ കിടങ്ങ് കുടിച്ചിട്ട് കല്ലെടുത്തിട്ട് വയറ്റിലേക്ക് ചവിട്ടി വെക്കുമ്പോ, വയറ്റിൽ കല്ല് കെട്ടിയിട്ട് ഖന്തക്കിന്റെ കിടങ്ങ് കുടിക്കുമ്പോ സഹാബക്കൾ മുഴുവനെ ക്ഷീണമെന്ന് മാറാ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാറില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തേക്ക് വന്നിട്ട് നബിയേ അൽജൂ യാ റസൂലല്ലാഹ്, വസക്കുന്ന നബിയേ, വസക്കുന്ന നബിയേ എന്ന് പറയുമ്പോ നേതാവ് തന്റെ കമീസിന്റെ മറുഭാഗത്ത് നിന്ന് തൊലിയില്ലാത്തൊരു കാരക്കയുടെ കുരുവെടുത്ത് കാണിച്ചിട്ട് സഹാബാ 4 ദിവസം കൊണ്ട് മുഹമ്മദ് ജീവൻ നിലനിർത്തുന്നത് ഇതുകൊണ്ടാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിടന്നു കൊടുക്കാൻ വേണ്ടി മൺവെട്ടിയെടുത്തിട്ട് മണ്ണിലേക്ക് താട്ടുമ്പോ പട്ടിണി കൊണ്ട് മണ്ണ് താഴാട് നേതാവിന്റെ അടുക്കല് പരാതി പറയുമ്പോ കുപ്പായ കീശക്കുള്ളിൽ നിന്നൊരു കാരക്കയുടെ കുരുവെടുത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് നിങ്ങളുടെ നേതാവ് വിശപ്പടക്കുന്നത് ഈ കാരക്കയുടെ കുരുകൊണ്ടാണെന്ന് ലോകത്ത് പറയാൻ വിൻസ്റ്റൺ ചർച്ചിലിന് കഴിയണമെന്നില്ല, ലെനിന് കഴിയണമെന്നില്ല, ഏംഗൽസിനെ കഴിയണമെന്നില്ല. ആ രീതിയിൽ അനുയായികളുടെ കൂടെ പട്ടിണി കിടന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ കയ്യിൽ നിന്നും മൺവെട്ടി വാങ്ങിച്ചിട്ട് പാറക്കല്ലിലേക്കാണെടുക്കുമ്പോ ഇരുമ്പ് ലോകം പാറക്കെട്ടിലേക്ക് തട്ടിയിട്ട് അതിൽ നിന്ന് മിന്നൽ പോലെ അഗ്നിസ്ഫുലിംഗങ്ങൾ ചിതറി മാറുമ്പോ ഓരോ പ്രാവശ്യവും ഈ പണിയായുധമെടുത്ത് പാറക്കെട്ടിലേക്ക് എടുക്കുമ്പോ തീപ്പൊരികൾ ചിതറി മാറുമ്പോ സഹാബത്തിനോട് പറയ സഹാബാ അതാ കിസ്റ, ഇത് കിസ്റയാ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്തെന്നറിയോ? കിസ്റ രാജാവിന്റെ കൊട്ടാരമെന്ന് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ മരുഭൂമിയിലെ ധർമ്മസമരത്തിന് പാടുപെടുമ്പോ പണിയായുധമെടുത്ത് കല്ലിൽ തട്ടിയിട്ട് തീപ്പൊരി പുതറുമ്പോ സഹാബാ ഇത് കിസ്റയാ. 2ാമത് വെട്ടിയിട്ട് തീപ്പൊരി പുതറുമ്പോ സഹാബാ അതാ കൈസറു, ഇത് കൈസറാ. അതാ റൂം, ഇത് റോമയാണ് എന്നല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
ഇസ്ലാം കൈസറിനെ പിടിച്ചടക്കി, കിസ്രയെ പിടിച്ചടക്കി, റോമയെ പിടിച്ചടക്കി. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ചുവട്ടിൽ ലോകം മുഴുവൻ ഒരു സഹാബ എന്ന് സമാശ്വാസത്തിന്റെ വചനം പറയുമ്പോ ആ സമയത്ത് സാപത്ത് സന്തോഷത്തോടെ പാടിയ ഒരു ഈരടി ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. അല്ലാഹു